എന്തൊക്കെയാണെന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് RXZ. അപ്പം എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇതിൻ്റെ കാർബറേറ്റർ ഇരിക്കുന്ന 4 ആണ്. അത് ഇളക്കി മാറ്റിയിട്ട് RXZ 5 സ്പീഡിൻ്റെ RX 135 5 സ്പീഡിൻ്റെയോ കാർബറേറ്റർ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം ഡിസ്ക്. ഇപ്പോൾ ഈ ഡിസ്ക് ഇരിക്കുന്നത് നോക്കിയാണ് നമുക്ക് പൾസർ ഡിസ്ക്കാണ് ഇപ്പോൾ ഇതിലിരിക്കുന്നത്. അത് ഇളക്കി മാറ്റിയിട്ട് ഒന്നെങ്കിൽ ഗ്ലാഡിയേറ്ററോ അല്ലെങ്കിൽ ഷോപ്പ് ലൈറ്റ് എന്തെങ്കിലും രീതിയിൽ ലേത്ത് വർക്ക് ചെയ്ത് ഡിസ്പ്ലേറ്റ് കുറച്ച് വലിയ സൈസ് ഡിസ്പ്ലേറ്റ് വയ്ക്കാനാണ് ഇതിൻ്റെ പ്ലാന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ MC കിറ്റ് മാസ്റ്റർ സിലിണ്ടർ കിറ്റ് നോക്കുമ്പോഴത്തേക്ക് അപ്പാച്ചിയുടെ മാസ്റ്റർ സിലിണ്ടർ കിറ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ലിവറും കാര്യങ്ങളൊക്കെ ബെൻഡായി ഒന്നും MC കിറ്റൊന്നും വർക്കാവുന്നില്ല. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്ററും RPM മീറ്ററും ഒന്നും വർക്കാവുന്നില്ല. അപ്പോൾ RPM കിറ്റ് മേടിക്കേണ്ടി വരും. സ്പീഡോമീറ്ററിൻ്റെ കേബിളോ കാര്യങ്ങളോ അത് ചെക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ക്ലച്ച് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഹാർഡാണ്. അതുമല്ല വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നല്ല ക്ലച്ച് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ഫേസിങ് കംപ്ലീറ്റ് മാറേണ്ടി വരും. പിന്നെ ക്ലച്ച് കേബിൾ മാറേണ്ടി വരും. കാണുമ്പോഴത്തേക്ക് കേബിളിൻ്റെ ചുരുങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാം. അത് കഴിഞ്ഞ് ആക്ചർ കേബിൾ നല്ല ടൈറ്റാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ ബ്രേക്ക് പെഡലിലോട്ട് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് പെഡൽ ഈ എൻജിൻ ഗാർഡിലോട്ട് തട്ടുന്നുണ്ട്. അതുപോലെ ഈ ബ്രേക്ക് പെഡൽ ഷേപ്പ് ഔട്ടായിട്ട് നമുക്ക് ഏകദേശം ഈ രൂപത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പ്ലേറ്റ് ഇതൊന്നെങ്കിൽ ചൂടാക്കി നൂത്ത് പ്ലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ബ്രേക്ക് ഷൂ മാറേണ്ടി വരും. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ജെർക്കിങ് ഉണ്ട്. ഈ ജെർക്കിങ് മാറ്റണം. ഇലക്ട്രിക്കലൊന്നും വർക്കാവണില്ല. മെയിനായിട്ട് വണ്ടിയുടെ ജെർക്കിങ്ങും ഡിസ്കും സ്പീഡോമീറ്ററും കാര്യങ്ങൾ നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ എയർ ഫിൽറ്റർ, ഓയിൽ, പ്ലഗ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം പിന്നെ സൈലൻസറിൽ ചെറിയ ചപ്പലും കാര്യങ്ങളുണ്ട്. അത് നൂത്തെടുത്തിട്ട് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. പിന്നെ ബാക്ക് നമ്പർ പ്ലേറ്റ് ബെൻഡായിട്ടുണ്ട്, അത് മാറണം. പിന്നെ ഇലക്ട്രിക്കലും കാര്യങ്ങളൊന്നും വർക്കാവണില്ല. അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പം ഇതാണ് ഇത്രയേ ഉള്ളൂ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും. അപ്പം ഈ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഡിസ്കും കാര്യങ്ങളും മാറ്റി കാർബറേറ്റർ മാറ്റി ക്ലച്ച് പീസ് എല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ വർക്ക്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.